നാളെ സ്കൂളിൽ പോവാം. 8 മണിയാകുമ്പോ പോയാലോ. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകാൻ മടിയോടെ നീക്കളി ഒരു ഇൽമ നോക്കണേ. ഇന്നലെ കിട്ടാത്തോണ്ട് ഇന്ന് പോവാ. അപ്പൊ ഇത് ഞങ്ങൾ രണ്ടാമത്തെ പോക്കാണ്. മറിയുടെ സ്കൂൾ ചേർക്കാൻ ആധാർ കാർഡ് വേണമല്ലോ. അപ്പൊ ഇന്നലെ എടുക്കുമ്പോ ചേച്ചി പറഞ്ഞ മോളെ സൈറ്റ് കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾ രാവിലെ തന്നെ പിന്നെയും പോയി. രാവിലെ അല്ല കുറച്ച് കഴിഞ്ഞു മറിയ പോയി കയറി കുത്തിരിക്കും ഒരു വലിപ്പം ഞങ്ങൾ എടുത്തു കൊടുക്കും. സാധനം കൈ കൊണ്ടുപോയി നമ്മൾ എത്ര കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോഴാണ് വെറും കൈയോടെ പോയി ഓൾക്ക് ആധാർ കിട്ടുന്നത്. ഓൾക്ക് ആധാർ കാർഡ് എടുക്കണമെങ്കിൽ മമ്മയോ അപ്പൊ ആരെങ്കിലും ഒരാൾ കൂടെ വേണം പോലെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇന്നോടെ ഇപ്പൊ ആധാർ കിട്ടില്ല സ്കൂൾ പോകാൻ പറ്റില്ല എന്നുള്ള ബേജാറിലോള്. പിന്നെ മമ്മയും പപ്പയും വേറെ കുറച്ച് പരിപാടികൾ അതിന് പോയി നേരം വൈകി കൊണ്ടാണ് ആധാർ ഇട്ടത് പറഞ്ഞ് 2 എനിക്കും കിട്ടി. ഇനിയൊക്കെ സ്കൂളിലേക്ക് ഫോട്ടോ എടുക്കണം. ഇന്നലെ ഞങ്ങൾ ഇതിന് ഒരു വട്ടം പോയതാ. പക്ഷെ അതും നടന്നില്ല. ഇന്നത്തെ ഭാഗ്യത്തിന് ആദ്യം പോയപ്പോ ഫോട്ടോ കിട്ടി. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വിളിച്ച് അത് പോസ് ചെയ്തു. എന്നെ നോക്കൂ, ഇത് കിട്ടണം. ഫോട്ടോ തിരിച്ചക്ഷരത്തൊക്കെ മറിയ കഴിച്ചാണ്ട് തകർന്നേ കൂടെ ഞാനും ചേച്ചി ഷാർപ്പ് 5 മണിയായപ്പോഴേക്ക് അക്ഷയം കൂടി പോയി. പക്ഷേ ഇപ്പൊ മറിയനോട് എന്ത് പറയുന്നേ ഞാൻ ഈശ്വര ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് ഏതായാലും ആധാരം എഴുതി കൊടുക്കുന്ന സ്ഥലമാണ്. ആണൊരു ആധാർ ആക്കി തരുമെന്ന് ചോദിച്ചു നോക്കിഞ്ഞൊന്ന് പോയിട്ട്. അപ്പുറത്ത് ഒരേ തലം ബൂട്ടിയില്ല. എന്താ ബൂട്ടി ഞാനോട് കുറെ പറഞ്ഞു ഇപ്പൊ സ്കൂൾ പോകണമെന്നില്ല. മൂന്നാമതൊന്നും കൂടി പീඩ തുറന്നു തരാന്ന്. സ്കൂൾ പോകണം നിർബന്ധ. എന്നിട്ട് എന്തിനാ പിന്നെ എന്റെ മാതിരി എല്ലാ കേക്കൊക്കെ ഉണ്ടാക്കണം. എന്തെന്നാ വായിക്കൊന്ന്. ആ വായിച്ചനെ കണ്ടിട്ടാ ചെറിയോൾക്കൊരു ചെറിയൊന്നും അധികം പറയും ചെല്ല്. അതിന്റെ ഇടയിൽ വായിച്ചെടുത്ത് വലിയൊരു ആധാർ എടുക്കുന്ന സ്ഥലം പറഞ്ഞു ഞാൻ കുത്തിരിക്കാം. ആ ആധാർ എടുക്കേണ്ടി അങ്ങോട്ടാണെന്ന് പറഞ്ഞിക്കണേ. പക്ഷെ ഇത് പൂട്ടി. ഇപ്പൊ വലിയോല ആധാർ എടുക്കുന്ന സ്ഥലമായിരിക്കും. ഇങ്ങനെ ചോദിച്ചോക്കെ ആ വായിച്ചിനോട് പറയും. വായിച്ചിനായിട്ട് ഒരു ചെറിയ കഷ്ണം തന്നാദ്യം പറയും. മാമിനെ പറയും ഞങ്ങൾ 3 വട്ടം പോയിട്ട് തന്നിയില്ല, തൽക്കാലം ഒന്ന് സ്കൂളിൽ ചേർത്തി തരും, ഞങ്ങൾ ഇവിടെ കൊണ്ടുതരാന്ന് ഞാൻ പറയാം. എന്നെ ഞാൻ ചേർത്തി തരും, ഇങ്ങോട്ട് വാ. ഓല ഇടപെടറോന്ന് ചോദിക്കുന്നു. നമുക്ക് രാവിലെ ആണ് ഒരു ആധാർ കാർഡ് എടുത്തു കൊടുക്കുവോ? ഒക്കെ ആധാർ കാർഡ് കിട്ടായിട്ടാ എടുത്തു തരൂ. നാളെ സ്കൂളിൽ പോവാം. പിന്നെ എന്റെ ചെറുപ്പത്തിൽ ഒരു ആധാർ കാർഡ് ഉണ്ടായാലും എന്റെ ഫോട്ടോ അടിച്ച് കൊണ്ടാന്നൊക്കെ പറഞ്ഞു. എങ്ങനെയൊക്കെ ഞാൻ പൊരയിലേക്ക് നിങ്ങൾക്ക് എന്താ അവസ്ഥയെ പറ്റി പറയാനുള്ളത്? അപ്പൊ ബൈ.